പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ യാക്കോബായ സഭയിലെ പാലുക്കൽ കോറോപ്പിസ്കോപ്പ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് IOCയിലെ മോർ തേവദോസിയസ് തിരുമേനിയെ പറ്റി MO ജോണച്ചൻ പറഞ്ഞതിനെ പറ്റിയാണ്. ഒരാഴ്ചയായിട്ടുള്ളൂ അതിൻ്റെ ഒരു വീഡിയോ. പഴയ വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇപ്പോൾ അത് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു വാചാലതയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലൊക്കെ അങ്ങനെ സമർത്ഥിക്കാൻ ആൾ മിടുക്കരുമാണ്. അപ്പോൾ ഇത് സഭയിൽ എങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് 1950 ഒരു പീസ് ലീഗും ഒരു സമാധാന സംഘടനയും ഉണ്ടായി. അൽമായ സംഘത്തിൻ്റെ അവരുടെയും സാന്നിധ്യത്തിലൊക്കെ മെത്രാന്മാരും ഒക്കെ ഇരുന്ന് സമാധാന ശ്രമത്തിന് പല ഫോർമുലകളും ഉണ്ടാക്കി. പക്ഷെ ഒന്നും സ്വീകാര്യമാവണില്ല. അവസാനം ജ്ഞാനായ സമുദായത്തിലെ മോർ ക്ലീമേസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ അരമനയിൽ വെച്ച് കൂടി. ഇപ്പോൾ പീസ് ലീഗിലെ ആളുകളുണ്ട്, എല്ലാ മെത്രാപ്പോലീത്തന്മാരുമുണ്ട്. സമാധാന ചർച്ച നടന്നു. എത്ര വൈകിട്ടും ഒരു രക്ഷയില്ല. രണ്ടുപേർക്കും സമ്മതമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവസാനം ആരോ മുകളിൽ ആണ് യോഗം കൊടുത്തത്. താഴെയുള്ള ഒരു മുറിയിൽ ചൈരി വിട്ടൊന്ന് പുകച്ചു വന്നു. ആ പുക കേൾക്കുമ്പോഴെങ്കിലും ഇതെങ്ങനെയെങ്കിലും തീർത്ത് കൊടുത്ത് രക്ഷപ്പെടാം എന്ന് വിചാരിക്കട്ടെ എന്ന് വിചാരിച്ച് പുകച്ച് പേടിപ്പിച്ചു എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, നമുക്കറിയില്ല. എനിക്ക് 50 കാര്യം നമുക്ക് പറ്റില്ല. പക്ഷെ എത്ര പുക ചെന്ന് ചോദിച്ചിട്ടൊന്നും ഇരു കൂട്ടർക്കും ഒരു സമാധാനത്തിലെത്താൻ പറ്റുള്ള. പിന്നെ അവരൊരു ഫോർമുല ഉണ്ടാക്കി. അത് വീണ്ടും ഈ മെത്രാപ്പൊലിത്തന്മാരെയൊക്കെ കൂട്ടി വരുത്തി പീസ് ലീഗിലെ ആളുകൾ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ കൂടി ഒരു യോഗത്തിൽ ആ ഫോർമുലയിൽ വായിച്ചു. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അവർ പറയുന്നത് ഇതാണ്: ഇപ്പോഴത്തെ കാതോലിക്ക ബാവ, അതായത് കല്ലാശ്ശേരി ബാവ, ഗീവർഗീസ് ഡീരിയൻ കാതോലിക്ക ബാവ, അദ്ദേഹത്തിൻ്റെ പട്ടത്വം ശരിയല്ല. അദ്ദേഹം ഷീമയിൽ പോയി പാത്രികീസിനോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോടോ, പാത്രികീസിന് പറ്റുള്ളൂ, പാത്രികീസിനോട് രണ്ടാമത് കാനോനികമായ പട്ടത്വം സ്വീകരിച്ച് വരണം. അപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചു എന്ന് പറയുക. അവരുടെ മെത്രാപ്പൊലിത്തന്മാരും നമ്മുടെ മെത്രാപ്പൊലിത്തന്മാരും അവിടെ കൂടിയ അൽമായക്കാരും പ്രധാനപ്പെട്ട വ്യക്തികളും പീസ് ലീഗാണ് ഇതിൻ്റെ ഉണ്ടാക്കിയത്. പക്ഷേ IOCയിലെ മോർ തേവദോസിയസ് തിരുമേനി എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ പഴയ ചാണ്ടിയായിട്ട് മരിക്കേണ്ടി വന്നാലും, ഒരു പട്ടിയെ പോലെ എന്നെ കുഴിച്ചിടേണ്ടി വന്നാലും, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനോ അതിൻ്റെ ഐഡൻറ്റിറ്റിക്കോ എതിരായിട്ട് ഞാനൊന്നും ചെയ്യില്ല, ഞാനിതിനോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ മെത്രാനെ ശ്ലാഘിച്ചുകൊണ്ടാണ് MO ജോണച്ചൻ പറയുന്നത്. അതാണ് ശരി. അദ്ദേഹം അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ സഭയുടെ ഗതി എന്താകുമായിരുന്നു? അത് അദ്ദേഹം സമ്മതിച്ചെങ്കിൽ 50 മുതൽ വളരെ സമാധാനമായിട്ട് പാത്രിയാർക്കീസിനെ അംഗീകരിച്ചുകൊണ്ട് ഇവിടുത്തെ കാതോലിക്കയായിട്ട് സഹകരിച്ച് എല്ലാവരും പോയേനെ.
അപ്പോൾ അദ്ദേഹം തേവദോസിനെ ശ്ലാഘിക്കുകയും അദ്ദേഹത്തിൻ്റെ പുകഴ്ച പാടുകയൊക്കെ ചെയ്യാണ്. അവിടെ എല്ലാവരും അംഗീകരിക്കുന്നു, അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അപ്പം ഇദ്ദേഹത്തിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ട് പത്രോസിനെ സാത്താൻ പരീക്ഷയിൽ ഉൾപ്പെടുത്തി. ഞാൻ കഷ്ടം അനുഭവിക്കണം, മരിക്കണം, രക്ഷ ഉണ്ടാകണം എന്നൊക്കെ കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസ് അംഗീകരിച്ചില്ല. അങ്ങനെയൊക്കെ അങ്ങനെ ഭവിക്കരുത് തോന്നി. ഉടനെ കർത്താവ് പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ടുപോകും. പത്രോസ് എന്നല്ല പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ടുപോകുന്നു. ആ പത്രോസിലുള്ള സാത്താനെ ശകാരിക്കുകയും ഓടിക്കുകയും ചെയ്തു. ഇവിടെ സഭയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ച തേവദോസ് ശ്രീമേനിയിൽ പ്രവേശിച്ച സാത്താനെ എമ്മോ ജോണച്ചൻ ശ്ലാഘിക്കുകയാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പം എങ്ങനെയുണ്ട്? എന്നിട്ട് പറയും ഭാവകക്ഷിക്കാരാണ് സമാധാനത്തിനൊക്കെ എതിര് എന്നൊക്കെ പറയുന്നു. അവിടെ കൂടിയിരുന്നവർക്കെല്ലാം നിരാശയായി. ഒരു തിരുമേനി അതിനെതിർത്തപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടിലായി, യോഗം പിരിഞ്ഞു പോവുകയും ചെയ്തു. ഒരു സമാധാനം ഉണ്ടായില്ല. ഈ 64 ദേവദാസ് തിരുമേനി ജീവിച്ചിരുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അന്ന് 50 കഴിഞ്ഞ പിന്നെ 14 കൊല്ലമേ അവകൻ തീമോഥെയോസ് തിരുമേനിയെ കാതോലിക്കയായിട്ട് വാഴിക്കുമ്പോൾ അദ്ദേഹം വന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല, എനിക്ക് അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് പാത്രീകസിൻ്റെ കീഴിൽ വന്നത്? അവർ സ്വതന്ത്ര സഭയാണെങ്കിൽ എന്നാ വിഷമം. 1912 മുടക്കപ്പെട്ട അബ്ദുൽ മിശായി കൊണ്ടുവന്ന് കാതോലിക്കയിൽ സ്ഥാപിച്ചു എന്നവർ പറഞ്ഞ് ഒരു സ്വതന്ത്ര സഭയാക്കി, ഐഡൻറ്റിറ്റി ഉണ്ടാക്കി. കാതോലിക്ക സിംഹാസനമെന്ന് പിന്നെ പറഞ്ഞു. ഇങ്ങനെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ആരാണ്? അപ്പോൾ അച്ഛൻ സാത്താനെ ശ്ലാഘിക്കുകയാണ്, കർത്താവ് സാത്താനെ ശാസിക്കുകയാണ്. സത്യം ഒന്നല്ലുള്ളൂ വെച്ചു. അന്ന് അദ്ദേഹം അത് വിചാരിച്ചിരുന്നെങ്കിൽ വളരെ ഭംഗിയായി സഭ പോയാലും ഇന്നും പ്രശ്നങ്ങളുണ്ടാവില്ല. ഞാനിത് ഒരു മറുപടിയായിട്ട് അച്ഛനെ ഓർമ്മിച്ച് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.